അധ്യാപികയുടെ 27.5 ലക്ഷം രൂപയും 21 പവൻ സ്വർണവും കൈക്കലാക്കി പൂർവ്വ വിദ്യാർത്ഥി മുങ്ങിയിരുന്നു. അയാളിപ്പോൾ അറസ്റ്റിലായി. ഒരു അധ്യാപികയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവാണ് ഇദ്ദേഹം നൽകിയത്. മലപ്പുറം തലക്കടത്തൂർ സ്വദേശി ഫിറോസാണ് അറസ്റ്റിലായത്. മലപ്പുറം തലക്കടത്തൂർ സ്വദേശി ഫിറോസാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇയാളെ പരപ്പനങ്ങാട് SHO വിനോദ് വലയാറ്റൂറും സംഘവുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1988-90 കാലഘട്ടത്തിലാണ് ഈ ഫിറോസിനെ ഈ പ്രിയപ്പെട്ട അധ്യാപിക പഠിപ്പിക്കുന്നത്. അങ്ങനെ അവർ പിന്നീട് ബന്ധമുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഫിറോസ് അധ്യാപികയുമായുള്ള ബന്ധം പുതുക്കുകയും അത് വലിയ അടുപ്പത്തിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നാലെ ഈ ഫിറോസും ഭാര്യയും അധ്യാപികയെ സമീപിക്കുന്നു. താൻ ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നുണ്ട്, ഈ പണം തരികയാണെങ്കിൽ ലാഭവിഹിതം നൽകാമെന്ന് മോഹിപ്പിച്ച് വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. അങ്ങനെ ആദ്യം ഇയാൾ 1 ലക്ഷം രൂപ അധ്യാപികയിൽ നിന്നും ഈ ബിസിനസിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങുന്നു. അതിനുശേഷം മാസം 4,000 രൂപ ലാഭമായി നൽകുന്നു. അതിനുശേഷം 3 ലക്ഷം രൂപ വാങ്ങുന്നു. അങ്ങനെ 12,000 രൂപ മാസം ലാഭവിഹിതം നൽകുന്നു. അങ്ങനെ ഓരോ മാസവും ലാഭം നൽകുമ്പോൾ ഈ അധ്യാപിക ഇയാളെ പൂർണ്ണമായി വിശ്വസിക്കുകയും ഈ അധ്യാപികയുടെ സ്നേഹം കൈപ്പറ്റുകയും ചെയ്തു. അങ്ങനെ പല ഘട്ടങ്ങളിലായി 27.5 ലക്ഷം രൂപ ഇയാൾ അധ്യാപികയിൽ നിന്ന് കൈക്കലാക്കി. മാത്രമല്ല 21 പവൻ സ്വർണവും ഇയാൾ കൈക്കലാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഏറെ മാസങ്ങളായി ലാഭവിഹിതം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഈ ഫിറോസിനെ വിളിക്കുമ്പോൾ അത് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന ഒരു ഘട്ടവും ഉണ്ടായി. ഇതോടുകൂടിയാണ് അധ്യാപികക്ക് തട്ടിപ്പ് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെ പരപ്പനങ്ങാടി പോലീസിൽ പരാതിയുമായി സമീപിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് ഏറെ ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ ഇയാളെ കർണാടകയിൽ നിന്നും പിടികൂടിയിരിക്കുകയാണ്. കർണാടകയിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. മാത്രമല്ല ആഡംബര ജീവിതം നയിക്കുകയുമായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ് ഈ പരപ്പനങ്ങാടി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇയാളെയും ഒപ്പം തന്നെ പണം വാങ്ങാൻ കൂടെ പോയ ഭാര്യയെയും നിലവിൽ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഭാര്യയ്ക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചിട്ടുണ്ട്. ഫിറോസിനെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. SK